ആദ്യം പോകാൻ പറഞ്ഞിട്ട് പിന്നെ തിരികെ വരാൻ പറയുന്ന സ്ഥലം ഏതാ? ഗോവ. ഓ കിട്ടി കിട്ടി. ധാരാളം ആളുകൾ കൂടുന്ന ഒരു ഇംഗ്ലീഷ് അക്ഷരം ഏതാണ്? അർജന്റീന. അല്ല, ഇംഗ്ലീഷ് ലെറ്റർ ആൽഫബറ്റ്. എ ബി സി ഡി എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി യു വി. ആരാ പറഞ്ഞേ? ആറാണോ? ക്യൂ. ഒരു ഓടിട്ട വീട്, പക്ഷെ എത്ര ചെറിയ മഴ പെയ്താലും അത് ചോരും. കാരണം എന്താ? ഒരു ഓടിട്ട വീട്, പക്ഷെ എത്ര ചെറിയ മഴ പെയ്താലും അത് ചോരും. കാരണം എന്താ? ശരിയാ. മൈക്ക് അങ്ങോട്ട് കൊടുക്കണ. അടുത്ത ക്വസ്റ്റ്യൻ ട്ടാ. പറയുമ്പോൾ നിറണ്ട് പക്ഷെ കാണുമ്പോൾ നിറമില്ല. എന്താണത്? പറയുമ്പോ നിറണ്ട് പക്ഷെ കാണുമ്പോ അതെ. ആഫ്രിക്കയില് ഇന്നൊരു കുട്ടി ജനിച്ചു. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയുടെ പല്ലിന്റെ നിറം എന്തായിരിക്കും? പല്ലുണ്ടായില്ല. കുട്ടി ജനിച്ചല്ലുള്ളൂ, അപ്പഴും പല്ലുണ്ടാവോ? ഉണ്ടാവില്ല. എനിക്ക് മറന്നു. താങ്ക് യു. ഈ അടുത്തൊരു ചോദ്യം ട്ടാ. വീട്ടിലേക്ക് വഴി പറഞ്ഞു തരുന്ന പച്ചക്കറി ഏതാണ്? വീട്ടിലേക്ക് പോവാനുള്ള വഴി പറഞ്ഞുതരും. വീട്ടിലേക്ക് പോവാനുള്ള വഴി. വഴുതനങ്ങ. അത് വഴി. വീട്ടിലേക്ക് പോവാനുള്ള വഴി പറഞ്ഞു തരുന്ന പച്ചക്കറി ഏത്? ക്ലൂ. മണിക്കുട്ടിന് ഏറ്റവും ഇഷ്ടമുള്ള പച്ചക്കറിയാ ബീട്രൂട്ട്. യെസ്. ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും അപകടകരമായ ഗ്രഹം ഏതാണ്? പ്ലാനറ്റ്. ഗ്രഹങ്ങൾ. കുസൃതിയാണ് ഗൈസ്, ഇത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ചിന്തിക്കാണ്ട് ഉത്തരം പറഞ്ഞാൽ മതി. ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും അപകടകരമായ ഗ്രഹം ഏതാണ്? സിമ്പിൾ. ആഗ്രഹം. അത് അപകടമാണോ? ചൊവ്വ. അതൊന്നും ആവശ്യമില്ല. ഗ്രഹം എവിടെയില്ലേ? അതല്ല, ഉത്തരം തെറ്റി. കിട്ടുവോ? കമ്പനി എടുക്കുകയാണ്. എന്തായാലും അത്യാഗ്രഹമാണ് കമ്പനി എടുത്തിട്ട്. ദോശ ചൂടായിരുന്നു. ഇങ്ങനെ ദോശ ചൂടാട്ടാ, പെട്ടെന്ന് ദോശ ഇങ്ങനെ പറന്നുപോയി. എന്താ കാരണം? അതന്നെ ഉത്തരം. അവിടുന്ന് കിട്ടി. ചിരിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ്? ചിരിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ആൽഫബറ്റ് ട്ടാ. ഹി. അത് രണ്ടെണ്ണല്ലേ? ഒരെണ്ണം. ചിരിക്കുന്ന ഇംഗ്ലീഷ് ആൽഫബറ്റ് ഏതാണ്? മണിക്കുട്ടി ഓടുന്നു. കമോൺ, ചൊല്ലിയൊക്കെ ഇങ്ങനെ പാട്ട് പഠിച്ചല്ലേ? എ ബി ഇനി ഞാൻ പറയില്ലേ, ഇനി പറഞ്ഞ കേട്ടോ. സി. അത് ചിരിക്കോ? സി ചിരിക്കോ? അർദ്ധരാത്രി ഒരാൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, പക്ഷെ കിടക്കാൻ സ്ഥലമില്ല. കയ്യിൽ ഒരു തേങ്ങ മാത്രമുണ്ട്. അദ്ദേഹം എങ്ങനെ ഉറങ്ങും? അർദ്ധരാത്രി ഒരാൾക്ക് ഉറക്കം വരുന്നു, പക്ഷെ ആളുടെ തേങ്ങ മാത്രമല്ലോ. അപ്പൊ ആളെങ്ങനെ ഉറങ്ങും? അങ്ങനെ ഉത്തരം പറയാം, പക്ഷെ എന്റെ വേറെ ഉത്തരം. എന്റെ ഉള്ള ഉത്തരം ഞാൻ പറയാട്ടാ. അയാൾ ആ തേങ്ങ മറ്റൊരാള് എറിഞ്ഞു. അപ്പൊ ആളെന്തായി? ഫ്ലാറ്റായി. അപ്പൊ ആ ഫ്ലാറ്റിൽ കയറി ഇയാള് താമസിച്ചു. ഇതും പറയാം. നമുക്ക് മിഠായി എടുക്കാം. 50. ഞങ്ങൾ 50 ഇട്ടാ. അങ്ങോട്ട് പോങ്ക്. ഉത്തരം കിട്ടാത്തവര് പച്ചമുളക് കടിക്കണം. ഇതാണ് റൂള്. അപ്പൊ നമ്മൾ വെച്ചു. ആദ്യത്തെ ചോദ്യം കേട്ടാ. രാവിലെ 7 മണിക്ക് തൂക്കിക്കൊല്ലുമെന്ന് കോടതി വിധിച്ചപ്പോൾ
കൊലയാളി പൊട്ടിച്ചിരിച്ചു. കാരണം എന്താ? ആളെ എനിക്കുന്നത് ചിലപ്പോ 7 മണിക്ക് ശേഷം. യെസ് യെസ്. അപ്പൊ മുളക് കടിച്ചോളൂ. അങ്ങോട്ട് കടിക്കങ്ങട് കടിക്ക്, നക്കില്ല. ഇട്. ഒരു വീട്ടില് ഒരു കാടമ്പൂച്ച ഉണ്ടായിരുന്നു. അത് ഒറ്റയ്ക്ക് ഇങ്ങനെ താമസിക്കട്ടാ. ഒരു ദിവസം ഒരു പെണ്ണുപൂച്ച വന്നു. എന്നിട്ട് കണ്ടംപൂച്ച കൊറേ നേരം അവളിങ്ങനെ നോക്കി നിന്നോട്ടെ, ഇങ്ങനെ ആവേശത്തോടെ ഇങ്ങനെ നോക്കി നിന്നു. അപ്പൊ അവളുടെ ചെവിയിൽ എന്നിട്ട് ഈ കാടംപൂച്ച ചെന്നു എന്തോ പറഞ്ഞു. എന്തായിരിക്കും പറഞ്ഞിണ്ടാവുക? ഇതന്നെയാണല്ലോ ഉത്തരം. ഉണ്ണി കടിച്ചു. രണ്ടും വേണോ? അവ രണ്ടും മ്യൂ പറഞ്ഞു. കടിക്കങ്ങട്. മുടിയിൽ ചൂടാൻ പറ്റാത്ത പൂവ്. ഷാംപൂ. ഇതെന്താ ഇത്ര സ്പീഡ്? എനിക്കറിയാം. കടിച്ചോ കടിച്ചോ, ഫുള്ളങ്ങട് കടിച്ചോ. അനിക്കുട്ടൻ കടിക്കാൻ പോവാണ്. ഇത്രക്കുണ്ടാ? ഇടത് കൈ കൊണ്ട് തൊടാം, വലത് കൈ കൊണ്ട് തൊടാൻ പറ്റില്ല. എന്താണത്? ഇടത് കൈ കൊണ്ട് തൊടാം, വലത് കൈ കൊണ്ട് തൊടാൻ പറ്റില്ല. എന്താണത്? ക്ലൂ നമ്മുടെ ശരീരത്തിത്തെ ഒരു അവയവാണ്. പറ, പേരുണ്ട്. എന്ത് മുട്ട്? കൈമുട്ട്. അതാണ് ശരി ഉത്തരാണ്. അടുത്ത ചോദ്യം നോക്കട്ടെ. ഗാന്ധിജി ഓടിച്ച കാർ ഏത്? ഗാന്ധിജി ഓടിച്ച കാർ ഏത്? ഗാന്ധിജി പണ്ട് ഒരു കാറൊക്കെ ഓടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടത്. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.